നമസ്കാരം, ഞാൻ വൈഗ. സ്കൂൾ തല വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സ്കൂളുകൾ വേനലവധി കഴിഞ്ഞ് ജൂൺ 2 തുറന്നു. അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്കൂൾ തല പ്രവേശനോത്സവം ആറ്റിങ്ങൽ MLA OS അംബിക ഉദ്ഘാടനം ചെയ്തു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ. ആറ്റിങ്ങൽ നഗരസഭ അധ്യക്ഷ അഡ്വക്കേറ്റ് S. കുമാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൗൺസിലർമാരായ GR അനൂപ്, KP രാജഗോപാലൻ പോറ്റി, സ്കൂൾ PTA പ്രസിഡന്റ് GL ജിബി, SMC ചെയർമാൻ R. ചിത്രകുമാർ, ഹെഡ്മാസ്റ്റർ GL നിമി എന്നിവർ സംബന്ധിച്ചു. കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മധുരവും വിതരണം ചെയ്തു. സ്കൂൾ തുറന്നെങ്കിലും സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ആദ്യ 2 ആഴ്ച സന്മാർഗ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങളാണ് നടന്നത്. ഇവയെ വിവിധ മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മയക്കുമരുന്ന്, ലഹരി ഉപയോഗം, റോഡിലൂടെയുള്ള സഞ്ചാരം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, പൊതു ആരോഗ്യം, ഡിജിറ്റൽ അച്ചടക്കം, പരസ്പര സഹകരണം എന്നീ മേഖലകളിൽ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തി. മയക്കുമരുന്ന്, ലഹരി ഉപയോഗം എന്നിവയുടെ വിപത്തിനെ കുറിച്ചും അത് സമൂഹത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചും ചർച്ച നടന്നു. ലഹരിക്കെതിരെയുള്ള മനോഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ഇത് സഹായകമായി. പൊതു ആരോഗ്യത്തിൽ വ്യായാമം, ശുചിത്വം, പോഷകാഹാരം, കണ്ണീരാരോഗ്യം, ദന്ത സംരക്ഷണം, ആരോഗ്യ മര്യാദകൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. പോഷകാഹാരത്തിന്റെ ആവശ്യകത, മാനസികാരോഗ്യം കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. പൊതു ആരോഗ്യത്തെ സംബന്ധിച്ച പോസ്റ്ററുകൾ കുട്ടികൾ തയ്യാറാക്കി. മറ്റൊന്ന് വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം. ഇവയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കി. സ്കൂൾ പരിസരം, വീട് എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം, ഹരിത ക്യാമ്പസ് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നീ മേഖലകളിൽ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തു. മറ്റൊന്ന് ഡിജിറ്റൽ അച്ചടക്കം. ഡിജിറ്റൽ അച്ചടക്കത്തിൽ സാമൂഹിക മാധ്യമങ്ങളെ വിവേകത്തോടെയും വിവേചന ബുദ്ധിയോടെയും എങ്ങനെ ഉപയോഗിക്കാമെന്നും അമിത ഉപയോഗം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവാന്മാരാക്കി. ഡിജിറ്റൽ മീഡിയ ഉപയോഗത്തിന്റെ ഒരു ഡിബേറ്റ് UP കുട്ടികൾ സംഘടിപ്പിച്ചു. മറ്റൊന്ന് പരസ്പര സഹകരണം. പരസ്പര സഹകരണം എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ സിനിമ, കഥ എന്നിവ ഉൾക്കൊള്ളിച്ച് ചർച്ച നടത്തി. UP തലത്തിൽ പൊതുമുതൽ സംരക്ഷിക്കുക എന്ന വിഷയത്തിൽ റോൾ പ്ലേ തയ്യാറാക്കി. എന്തായാലും നമ്മുടെ കൂട്ടുകാർ സന്മാർഗ പഠനത്തിൽ നിന്നും നല്ലത് ഉൾക്കൊണ്ട് നല്ല പൗരന്മാരായി മാറട്ടെ. മറ്റൊരു വാർത്തയിലേക്ക്. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഭാഗമായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ലഘു നോവലായ മാന്ത്രിക പൂച്ചയുടെ ചർച്ചയും അവതരണവും ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുകയുണ്ടായി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ചെറിയ നോവലായ മാന്ത്രിക പൂച്ചയെ കുറിച്ച് പുസ്തക അവതരണത്തിന് ശ്രീ മോഹനൻ പരുത്തിയിൽ എത്തിച്ചേർന്നു. HM അധ്യക്ഷത വെച്ച യോഗത്തിൽ വിദ്യാരംഗം അംഗങ്ങളായ എല്ലാ കുട്ടികളും സജീവ പങ്കാളികളായി. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാന അറിയിപ്പ്. ST, ST, OBC, OEC സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യേണ്ടതാണ്. SPC, ലിറ്റിൽ കൈറ്റ്സ് എന്നിവയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. മറ്റൊരു വാർത്തയുമായി അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.